ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 25,911 എന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെയാണ് തുടങ്ങിയത്. ഒടുവിൽ 25,966 ക്ലോസ് ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 25,993 വരെ നിഫ്റ്റി എത്തിയിരുന്നു. അപ്പോൾ ആ ഒരു 20-ഡേ മൂവിംഗ് ആവറേജ് എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഏകദേശം 26,000 ലെവലിൽ വരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ മറികടക്കാൻ ഇന്നും നിഫ്റ്റിക്ക് ആയിട്ടില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ RSI സൂചിപ്പിക്കുന്നത് അത് 50 മുകളിലേക്ക് പോയിക്കൊണ്ട് ഒരു മൂവിന് തയ്യാറെടുക്കുന്നത് പോലെയാണ്. എങ്കിൽ പോലും നമുക്ക് അത് കൃത്യമായൊരു ഡയറക്ഷൻ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് ചാർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ കഴിഞ്ഞ 4 ദിവസത്തെ തുടർച്ചയായ നെഗറ്റീവ് ക്ലോസിങ്ങിന് ശേഷമാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ക്യൂസ് കുറച്ച് സപ്പോർട്ടീവ് ആവുകയും ഇൻവെസ്റ്റേഴ്സിന്റെ മൂഡ് കുറച്ച് ഇമ്പ്രൂവ് ആവുകയും ചെയ്തതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് മാർക്കറ്റിൽ 62% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 33% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെന്റിമെന്റ്സ് ചേഞ്ച് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നലെ US മാർക്കറ്റിൽ വന്നിട്ടുള്ള US ഇൻഫ്ലേഷൻ ഡാറ്റ അത് സോഫ്റ്റർ ദൻ എക്സ്പെക്റ്റഡ് ആണ്. അതായത് എക്സ്പെക്ട് ചെയ്തത് 3% എന്നുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ്, പക്ഷെ വന്നത് 2.6% എന്നുള്ള ലോവർ ലെവലിലുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അപ്പോൾ ആ സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്ത ഒരു ഡാറ്റ വന്നതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു റിക്കവറി ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ ഫെഡ് റിസർവിന്റെ റേറ്റ് കട്ടിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ വന്നതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ആ ഒരു റിസ്ക് ഫാക്ടർ കുറച്ച് കൂൾ ഡൗൺ ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ബാങ്ക് ഓഫ് ജപ്പാന്റെ മേജർ പോളിസി ചേഞ്ച് ആണ്. അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാന്റെ ആ ഒരു പോളിസി ഡിസിഷൻ, അതായത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 0.75% എന്ന ലെവലിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രാളും അത് 0.5% ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അൾട്രാ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്ന ജപ്പാൻ മണി പോളിസി ചേഞ്ച് അത് ഗ്ലോബൽ മാർക്കറ്റിലെ സാധാരണഗതിയിൽ ഈ ഒരു ഡിസിഷൻ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു വളറ്റിലിറ്റി സൃഷ്ടിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ അത്ര ഒരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബാങ്ക് ഓഫ് ജപ്പാൻ ഈ രീതിയിലുള്ള ഒരു റേറ്റ് ഹൈക്ക് നടത്തുമെന്നുള്ളത് ഏകദേശം 95% ഗ്ലോബൽ എക്കണോമിസ്റ്റുകളെല്ലാം പ്രവചിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ ഒരു ഇവന്റിനെ പ്രൈസ്ഡിങ് നമ്മുടെ മാർക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ. അതുകൊണ്ടായിരിക്കാം FIAസിൻ്റെ ഒക്കെ സെല്ലിങ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇന്ത്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കുറച്ച് സ്റ്റേബിൾ ആവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടമെന്റൽസ് മാത്രമായിരിക്കും, കൂടാതെ ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട വാർത്തകളുമായിരിക്കും. ഇത് കൂടാതെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ ബൈങ് മോഡിലാണ്. പക്ഷേ അത് എത്രമാത്രം മാർക്കറ്റിന് ഡയറക്ഷൻ നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. കാരണം FIAസിന്റെ ഈ ഒരു ബൈങ് ഒരു ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡ് പോലെയുള്ള ഒരു എഫക്റ്റാണ് പല ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മാസീവ് ബൈങ്ങിലേക്ക് FIAs പോകുമ്പോൾ മാത്രമേ നമുക്കൊരു കൃത്യമായ ഡയറക്ഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഇന്ന് നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം മുന്നോട്ടേക്ക് പോയ 4% കൂടുതൽ റാലി നടന്ന ഒരു സ്റ്റോക്കാണ് ശ്രീറാം ഫിനാൻസ്. അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് കാണുന്നത് ജപ്പാനിലെ മിസ്തുബഷി UFG ഫൈനാൻഷ്യൽ ഗ്രൂപ്പ് അവർ ശ്രീറാം ഫിനാൻസിൽ 20% ഒരു സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോവുകയാണ്. ഇത് ഏകദേശം $4.4 ബില്യൺ ഒരു ഡീലാണ്. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 39,600 കോടിയുടെ ഒരു ഡീലാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സെക്ടറിലുള്ള ഏറ്റവും ഹയസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡീലിലൂടെ ഈ MUFG എന്ന് പറയുന്ന ഈ ജപ്പാൻ ഇൻസ്റ്റിറ്റ്യൂഷന് 2 നോമിനികളെ അവർക്ക് ഈ ശ്രീറാം ഫിനാൻസിന്റെ ഡയറക്ടർ ബോർഡിൽ അപ്പോയിന്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡീലിന്റെ ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് 840 രൂപ പെർ ഷെയറിലാണ്. ഏകദേശം 47.11 കോടി ഷെയറുകളാണ് ഈ രീതിയിൽ അലോട്ട് ചെയ്യപ്പെടുക. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ ഈ ഒരു ഫൈനാൻസ് സെഗ്മെന്റിൽ ഇതിനു മുമ്പ് ഇതേപോലെ നടന്ന വലിയ ഡീലുകളിൽ ഒന്ന് എമിറേറ്റ്സ് NBD ബാങ്ക് RBL ബാങ്കിൽ 26,000 കോടിയുടെ സ്റ്റേക്ക് വാങ്ങിയതായിരുന്നു. അതേപോലെ സുമിത്തോമോ ബാങ്കിങ് കോർപ്പറേഷൻ യെസ് ബാങ്കിൽ 14,000 കോടിയുടെ സ്റ്റേക്ക് വാങ്ങിയിരുന്നു. ഇതേപോലെ തന്നെ സമ്മാൻ ക്യാപിറ്റലിൽ ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി 8,850 കോടിയുടെ ഒരു സ്റ്റേക്ക് വാങ്ങിയിരുന്നു. അതേപോലെ IDFC ഫസ്റ്റ് ബാങ്കിൽ വാർബർഗ് പിൻകസ് ഏകദേശം 7,500 കോടിയോളമുള്ള സ്റ്റേക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വലിയ ഡീലുകൾ ഇതിനു മുമ്പേ നടന്നത്. അതിനെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു ഡീലായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ശ്രീറാം ഫിനാൻസിന്റെ ഡീൽ കാണാൻ കഴിയുന്നത്.
അപ്പോൾ അത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു റാലി നമുക്ക് ആ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അക്വിസിഷൻ ഇന്ന് നടന്നത് റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ്, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കൺസ്യൂമർ വിങ് ആയിട്ടുള്ള ഈ ഒരു സബ്സിഡിയറി കമ്പനി സൗത്ത് ഇന്ത്യയിലെ ഒരു ഉദയരം അഗ്രോ ഫ്രൂട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ FMCG കമ്പനിയെ അക്വയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മെജോറിറ്റി സ്റ്റേക്കുകളും ഈ ഉദയരം എന്ന് പറയുന്ന ഈ കമ്പനിയിൽ റിലയൻസിനായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ പ്രൊമോട്ടർമാരായിട്ടുള്ള സുധാകറും ദിനകറും അവർക്ക് മൈനോറിറ്റി സ്റ്റേക്ക് മാത്രം അനുവദിച്ചുകൊണ്ട് ഈ ഒരു സൗത്ത് ഇന്ത്യൻ FMCG കമ്പനിയെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് റിലയൻസ് ഉദ്ദേശിക്കുന്നത്. റിലയൻസ് സ്റ്റോക്കിലും ഇന്ന് 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടന്നതായിട്ട് കാണാം. ഇനി നമ്മൾ വാല്യൂ റിസർച്ച് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു കണ്ടെത്തൽ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന്, ഇന്ത്യയിലെ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസിൽ സെൻസെക്സിനെ ഔട്ട് പെർഫോം ചെയ്യുകയും അതേസമയം വാല്യുവേഷൻ ചീപ്പായി നിൽക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത്. അതിനവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പാരാമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാല്യുവേഷൻ സ്കോർ നിശ്ചയിക്കേണ്ടായി. ആ വാല്യുവേഷൻ സ്കോർ 7 മുതൽ 10 വരെ എന്നുള്ള വാല്യുവേഷൻ സ്കോർ ആണ്. അതിനിടയിൽ വരുന്ന സ്റ്റോക്കുകളെയാണ് അവർ പരിഗണിച്ചത്. അപ്പോൾ അതിൽ 7ഓളം സ്റ്റോക്കുകൾ അവർക്ക് കണ്ടെത്താനായിട്ടുണ്ടെങ്കിലും സെൻസെക്സിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ CAGR റിട്ടേൺ ആയിട്ടുള്ള 12.59% മറികടന്നുകൊണ്ടുള്ള റിട്ടേൺ നൽകിയ 2 സ്റ്റോക്കുകളാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതിലൊന്ന് ടാറ്റ സ്റ്റീലാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ആനുവൽ റിട്ടേൺസ് 21.24% ആണ്. കൂടാതെ അവർക്ക് 8 എന്നുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സ്കോറും നൽകിയതായിട്ട് കാണാം. നിലവിൽ ഇതിൻ്റെ PE റേഷ്യോ 28.7 ആണ്. 5 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE 33.5 ആണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു പെർഫോമൻസ് ഹൈലി സൈക്ലിക്കലും അതേപോലെ തന്നെ കമ്മോഡിറ്റി പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ അതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. എക്കണോമിക് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ മാർജിൻ വളരെയധികം കുറയാറുണ്ട്. അതുപോലെ ലോങ് ടേമിൽ എപ്പോഴും വളറ്റൈലായിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണുക. സൈക്ലിക്കൽ ആ ഒരു സമയത്തുണ്ടാക്കുന്ന ഹൈ പ്രോഫിറ്റ് ഇവരുടെ ഓവറോൾ പെർഫോമൻസിൻ്റെ ആ ഒരു CAGR വളർത്തുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ഈ കമ്പനിയിലൊരു റിസ്ക് ഫാക്ടർ ആയിട്ടുള്ളത് അതിൻ്റെ ഡെറ്റാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1 കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം 94,975 കോടിയുടെ ഒരു ബോറോയിങ്സ് ആണ് ഇവരുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ വാല്യുവേഷൻ കംഫർട്ട് ലെവലിലും അതേപോലെ ലോങ് ടേം റിട്ടേൺ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ടും ഈ സ്റ്റോക്ക് ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് 15.5% ആനുവൽ റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. അത് സെൻസെക്സിനെ ബീറ്റ് ചെയ്ത ഒരു റിട്ടേൺ ആണ്. കഴിഞ്ഞ 10 വർഷം നൽകിയ റിട്ടേൺ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ബാങ്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. PSU സെഗ്മെന്റിൽ ഈ ഒരു ബാങ്കിന്റെ NPA ഇപ്പോൾ 1.73 എന്ന ലെവലിലാണ്. 2.13 ലെവലിൽ നിന്ന് അത് താഴോട്ടേക്ക് വന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇപ്പോഴും 1.66 എന്നുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് നമ്മൾ കാണുക. മീഡിയൻ PE 11.9 സ്റ്റോക്കിൻ്റെ PE 11.5 ആണ്. 10 വർഷത്തെ മീഡിയം PEയിൽ അതേപോലെ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് SBI. അവിടെ PEയിൽ വലിയ ഡിഫറൻസ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ സ്റ്റോക്കിലെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇത് നേരിടാൻ പോകുന്ന കോമ്പറ്റീഷനാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ മാർക്കറ്റിനെ കൂടുതൽ, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലും റീറ്റെയിൽ സെഗ്മെൻറ്റിലും നല്ല പ്രഷറാണ് SBI പോലെയുള്ള PSU ബാങ്കുകൾക്ക് നൽകുന്നത്. അപ്പോൾ അത് ഇവരുടെ മാർജിനെ കംപ്രസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു ബാങ്ക് എന്നുള്ള നിലയിലും ഓവറോൾ 10 ഇയേഴ്സിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണുന്നത് കൊണ്ടും ഇതിൻ്റെ വാല്യുവേഷൻ കംഫർട്ടബിൾ ആയതുകൊണ്ടും ഈ സ്റ്റോക്കും ഈ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചതായിട്ട് കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിരിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.